മാത്യു മാത്യു ഇവനോടെ പോയി മാത്യോടെ എനിക്ക് മാത്യോടെന്ന് അവനെ കാണാനില്ലേ ജോണേ കിണറ്റി നോക്കിയാ അല്ല കുളത്തിലായിരിക്കും ആശുപത്രി കൊണ്ടേ കാണും എന്താ പ്രശ്നം? അല്ല ഈ മാത്യു മനുഷ്യനെ പേടിപ്പിക്കില്ല. ഇനി ടെറസിന്ന് ചാടിച്ച് ആവാനായിരിക്കും. സമ്മതിക്കില്ല. മാത്യു നീ ഇവിടെ നിക്ക. നീ ഒന്ന് നോക്കിയേ പാകണമെന്ന് അറിയാനാ. എന്തെങ്കിലും ഓൾട്രേഷൻ ഒക്കെ വരുത്തും ചെയ്യാലോ. കേട്ടിന് 2 ദിവസം കൂടിയുള്ളോ, സമയമില്ല. പിന്നെ സംഭവം ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിച്ചോട്ടാ. വല്ല കുറ്റക്കുറവുണ്ടെ ഇപ്പൊ എന്നെ പറഞ്ഞെടുക്കട്ടെ. ഡ്രസ്സിന്റെ കാര്യല്ലേ പെണ്ണുങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോട്ട് അല്ല കൂറി എല്ലായിടത്തും എത്തിയിട്ടില്ലേ? എപ്പോഴൊന്നും പോയിട്ടില്ലല്ലോ. മാത്യോ നീ അവിടെ എന്തുണ്ടാക്ക? ഒന്ന് വേഗം ഇറങ്ങി. വല്യമ്മച്ചി അവിടെ പോവാൻ നിക്ക. ആ കറി കിടത്തേ. ആഹാ കലക്കിട്ടാ. ഇറങ്ങിയ കൊള്ളാലോ. എങ്ങനെയുണ്ട്? കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ട്. കണ്ടാ ഇങ്ങനെയാണ് മണവളം ചെക്കെന്ന് പറഞ്ഞ. അല്ലാണ്ട് നിന്റെ പോലെ ഷെയർവാണ്ടി ഇട്ടിട്ട് രാജാവിന്റെ ഷൂസ് ഇട്ട് നിക്കല്ലേ ചെയ്യാ. എന്റെ പൊന്ന് ചേട്ടായി നിങ്ങളല്ലേ മേടിച്ചത്? ഞാനായിരുന്നു. നന്നായിരുന്നു. വല്യമ്മ ചോദിക്കണം. നീ അങ്ങോട്ട് ചെല്ല്. കാറിലെത്തിയ 4 അംഗ സംഘം സുമേഷിനെ ആക്രമിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ നല്ല സായിപ്പിനെ പോലെ ഇരിക്കണ, നല്ല മിടുക്കനാണ് കേട്ടാ. കനകാപുരത്തിലെ പെൺവാണിഭ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. റെയ്ഡിൽ രക്ഷപ്പെട്ട 3 പ്രതികൾ ബാങ്ക് മോഷ്ടാക്കളാണെന്ന് പോലീസ് അറിയിച്ചു. ബാങ്കിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കൊലയാളികളായ ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ജനങ്ങളുടെ സഹായം പോലീസ് തേടുന്നു. അതിന്റെ ഭാഗമായി പ്രതികളുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പേരിലേക്ക് വാർത്തകൾ വിശദമായി പരിശോധിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. അളിയാ എന്താണ് ഇതൊക്കെ? ബാങ്ക് മോഷണോ കൊലപാതകോ? നീ ചട്ടി വെച്ച് തട്ടിയ പോലീസുകാരനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയ അവന്മാര് വെറുതെ ഇരിക്കൊന്നുമില്ല. അതിനെന്തിനാ ഈ കേസൊക്കെ? കേസ് സ്ട്രോങ് ആക്കാൻ രേഖാചിത്രം വരയ്ക്കാനും TV-യിൽ പരസ്യം കൊടുക്കാനും സാധാ പെണ്ണുകേസ് കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയവരെ പൊക്കുകയും ചെയ്യാം. തെളിയാതെ കിടക്കുന്ന ഒരു ബാങ്ക് മോഷണ കേസ് ക്ലോസും ചെയ്യാം. ഛേ ആകെ അലമ്പായാലോ. നീ ഇതെങ്ങോട്ടായി പോണേ? പാടമണ്ട. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. സ്ഥലം അറിഞ്ഞാലേ നീ വരുള്ളൂ. ഇങ്ങോട്ട് വാടാ. ഇനി കൂട്ടുകാരോട് പ്രത്യേകം പറയണം. വാടാ അങ്ങട്. ഞാൻ പറഞ്ഞ അവനോട് വാ.